നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 289 289. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായം ശ്ലോകം 5. ഗുണൈർവിചിത്ര സൃജതീം സ്വരൂപ പ്രകൃതിം പ്രജാ വിലോക്യ മുമുഹേ സദ്യസ ഇഹ ജ്ഞാനഗുഹായാം. ഇതാണ് ശ്ലോകം. ജ്ഞാനഗുഹായ, ഗുഹയിലെ ജ്ഞാനസ്വരൂപനായിട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഗുണങ്ങളെ കൊണ്ട് സമാനമായ രൂപത്തോടു കൂടിയവരും നാനാവിധത്തിലിരിക്കുന്നവരുമായ പ്രജകളെ ജ്ഞാനത്തിൻ്റെ ഗോപനം നിമിത്തം, ഗോപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒന്നില്ലെങ്കിൽ പിന്നെ ജ്ഞാനത്തിൻ്റെ ഗോപനം ആവരണം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടും ആവരണം ചെയ്യുക, ഗോപനം ചെയ്യുക, തേക്കുക, മിനുസപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം പറയും. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഗോപന നിമിത്തം സൃഷ്ടിക്കുന്ന പ്രകൃതിയെ കണ്ടിട്ട് ജീവൻ ഉടനെ മോഹിച്ചു. ജീവൻ മോഹിച്ചതാണ് അപകടമായത്. ഈ മോഹം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടോ, ഇല്ലാത്തത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. ഇല്ലാത്തത് ഉണ്ടാവണം എന്നാണ് മോഹം എന്നുള്ളതിന് പറയാം. എനിക്ക് മോഹമുണ്ട്. പക്ഷേ ആധ്യാത്മികതയിൽ ഈ മോഹം ഈശ്വരീയതയിൽ മാത്രമേ പാടൂ, ബാക്കിയുള്ളതിൽ പറ്റില്ല. കാരണം ബാക്കിയുള്ളതൊക്കെ നശിക്കും. ഈശ്വരീയത അനശ്വരവും ബാക്കിയുള്ളതൊക്കെ നശ്വരവുമാണ്. എന്നാൽ ഈശ്വരീയത ഉണ്ടായാലോ, എന്തൊക്കെ നമ്മൾ മോഹിക്കണമെന്ന് വിചാരിച്ചോ അതൊക്കെ നടക്കും ചെയ്യും. അതിൽ തെറ്റില്ല. അത് ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് താഴത്തേക്ക് വരില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. പ്രകൃതിയെ തിരിച്ചറിയാത്തത് കൊണ്ട്, അതാണ് പ്രകൃതിയെ തിരിച്ചറിയാത്തത് കൊണ്ട്, ഇത് എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള അറിവുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ ഏത് വ്യക്തിയാണെങ്കിലും ഈശ്വരനിലേക്ക് തിരിയാതെ കണ്ടിരിക്കില്ല. ഇപ്പോൾ ഈശ്വരനോട് വിമുഖത കാണിക്കണത് എന്താ, ഈ മോഹം കാരണം. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ജീവന് സംസാരമുണ്ടായി എന്ന് കാണിക്കണം. സത്വാദി, ഈ സംസാരം എന്ന് പറഞ്ഞാൽ കാലചക്രത്തിൽ പെട്ട് ഉഴല്, അത്രയേ ഉള്ളൂ. സത്വാദി ഗുണങ്ങളെ കൊണ്ട് വിചിത്രങ്ങളായ ദേവമാനുഷ രൂപങ്ങളെ ഉത്ഭവിപ്പിക്കുന്നതിന് സമർത്ഥയായിരിക്കുന്ന പ്രകൃതിയുടെ കാര്യരൂപത്തെ, അപ്പോൾ പ്രകൃതിയാണ്, രജോ ഗുണമില്ലെങ്കിൽ പിന്നെ സൃഷ്ടിയില്ല. അപ്പോൾ കണ്ട ഉടനെ സ്വരൂപവിസ്മൃതി ഉണ്ടായതിനാൽ ഞാൻ ആരാണ് എന്നുള്ളത് മറന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ് എന്നുള്ളത് മറന്നു. സ്വരൂപവിസ്മൃതി. ഈ സ്വരൂപവിസ്മൃതിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അമ്മയുടെ ഗർഭാശയത്തിൽ വരിക്കുമ്പോൾ ഈ സോക്കാൾഡ് ജന്തു, ജീവനുള്ളതിനെയാണ് ജന്തു എന്ന് പറയുക. ആ ജന്തുവിന് ഈശ്വരാരാധനയുണ്ട്, ഈശ്വരനെ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ സ്വരൂപ വിസ്മൃതി ഉണ്ടായാൽ എല്ലാം പോയി. അപ്പോൾ ഗുണകാര്യങ്ങളായ ദേവമാനുഷ രൂപങ്ങളെ ആത്മസ്വരൂപമായിട്ട് ധരിച്ചു. അതായത് ദേവമാനുഷ രൂപങ്ങളെ ആത്മസ്വരൂപമായിട്ട് ധരിച്ചു. ഈ തെറ്റായ ധാരണയ്ക്ക് മോഹമെന്ന് പേർ. പ്രകൃതി ഉപഹിതമായ ഈ ചൈതന്യാംശം ജീവൻ എന്നറിയണം.
സ്വരൂപമായ ബോധത്തെ മറച്ചതായ ഈ പ്രകൃതി അംശത്തിന് ആവരണ ശക്തി എന്നു പേർ. അതാണ് ഞാൻ പറഞ്ഞത്, ആവരണം. ഈ അംശത്തിനു തന്നെ അവിദ്യ എന്നും പേർ. ഈ അംശത്തെ അവലംബിച്ച് സ്വരൂപത്തെ മറന്ന് ദേവമനുഷ്യാദി ശരീരങ്ങളെ ആത്മത്വേന അഭിമാനിക്കുക നിമിത്തം ആ ചൈതന്യാംശമായ ജീവന് ജന്മമരണാദികൾ വാസ്തവത്തിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ കാണപ്പെടുന്നത് തന്നെ സംസാരം എന്ന് സംസാരസ്വരൂപത്തെയും ജീവസ്വരൂപത്തെയും അവിദ്യാരൂപത്തെയും സൂക്ഷ്മമായി വിവരിച്ചിരിക്കുന്നതിനെ, ഇതൊരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല, ഞാൻ തുറന്നാണ് പറയാം. ഇതിനെ മനനം ചെയ്യണം. ഇതിനൊരു 10 പ്രാവശ്യം നിർത്തി നിർത്തി വായിച്ച് പൊരിക്കണം. അതാണ്ട് തലയിൽ കയറിയാലോ അവനെ സംബന്ധിച്ചോളം പ്രഹ്ലാദനെ പോലെ ആവുന്ന. എന്താ പ്രഹ്ലാദനെ പോലെ ആവുന്ന പറഞ്ഞാൽ, കഴുത്തിന് അറ്റം കുഴിച്ചിട്ടിട്ട് മതിച്ച് വരുന്ന ആനോട് ഫുട്ബോൾ തട്ടണ കൂടുതൽ തല തട്ടാൻ പറയാണ്. നാരായണ നാരായണ എന്ന് ശബ്ദിക്കുകയാണ്. ആരെ? പ്രഹ്ലാദൻ. ആന മുട്ടുകുത്തി നിന്നു, അത്രയേ ഉള്ളൂ, കൊമ്പ് കുത്തി നിന്നു. അതേമാതിരി കുന്നിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു, നാരായണ നാരായണ. ഭൂമിദേവി കൈ കാണിച്ചു. ഇതൊക്കെ കഥകളല്ല, ഇതൊക്കെ ഭഗവാന്റെ വീര്യശൂര പരാക്രമങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് എത്രത്തോളം നമ്മൾ അതിനെ അവലംബിക്കണു, ആ അവലംബനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഉപകാരം ഉണ്ടാവുക. അവലംബമില്ലാതെ കണ്ട് ആശ്രയിക്കാതെ കണ്ട് ആരൊന്നും ചെയ്യില്ല. അച്ഛനെ അമ്മയെ ആലിംഗനം ചെയ്യുക, ഉമ്മ കൊടുക്കുക, അവരുടെ പിരിമുറുക്കങ്ങളില്ലാത്ത രീതിയിൽ കൊച്ചുങ്ങൾ പെരുമാറുമ്പോൾ ആ കൊച്ചിനെ എടുത്ത് വാരി വലിച്ച് ഉമ്മ വയ്ക്കും. ഇതാണ് ഭക്തി. ആ ഭക്തി ഈശ്വരനോടാണെങ്കിൽ ഈശ്വരൻ നമ്മളെ കൈവിടില്ല. അപ്പോൾ അവിദ്യാസ്വരൂപത്തെയും സൂക്ഷ്മമായി വിവരിച്ചിരിക്കുന്നതിനെ മനസ്സിരുത്തി നന്നായി ധരിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് 10-12 പ്രാവശ്യം വായിച്ചിട്ട് അതിനെ തന്നെ കോണ്ടംപ്ലേറ്റ് ചെയ്യണം. എന്തിനപ്പം ധൃതി? ഈ ഒരൊറ്റ ശ്ലോകം പഠിച്ചാൽ മതി. ഭാഗവതത്തിൽ ഈ ഒരൊറ്റ ശ്ലോകം അർത്ഥം അറിഞ്ഞ് മനനം ചെയ്ത് ഞാൻ ഇതിനെ സല്യൂട്ട് ചെയ്യുന്നു, ഞാൻ ഇതിനെ ബഹുമാനിക്കുന്നു, ഞാൻ ഇതിനെ സ്വയത്താക്കുന്നു, ഞാൻ ഇതിനെ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ പരമാർത്ഥമായിരിക്കുന്ന രൂപത്തെ മറ്റൊരു വിധത്തിൽ ധരിക്കുന്നതാണ് മോഹത്തിൻ്റെ ലക്ഷണമെന്നും ഇതിൽ നിന്ന് ധരിക്കാം. മോഹം എന്നാൽ ശരിയായ വസ്തുവിനെ അറിയാതെ കണ്ട് യാംപാറ്റകൾ ചൂട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ സ്വയമേവ ഹോമിക്കുന്നത് പോലെ അനർത്ഥജടിലമായ കാര്യങ്ങളിൽ മനുഷ്യ മനസ്സ് വ്യാപരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ പരമാർത്ഥമായിരിക്കുന്ന രൂപത്തെ മറ്റൊരു വിധത്തിൽ ധരിക്കുന്നതാണ് മോഹം. അല്ലാണ്ട് ഇഷ്ടം എന്നുള്ള അർത്ഥമല്ല. ഇഷ്ടം എന്ന് പറഞ്ഞതും അനിഷ്ടം എന്ന് പറഞ്ഞതും മോഹം എന്ന് പറഞ്ഞതും മോഹഭംഗം എന്ന് പറഞ്ഞതും. ഈ മോഹഭംഗം വരുമ്പോഴാണ് ചിലവർ വണ്ടിക്ക് തലവയ്ക്കുന്നത്, ചിലവർ തൂങ്ങി മരിക്കുന്നത്. ഇന്നലെ വാട്സപ്പിലല്ല യൂട്യൂബിൽ ഒരു കഥ കണ്ടു. ഒരാൾ ഭാര്യയായിട്ട് ലഹള കൂട്ടി എന്തോ കയ്യിൽ ഇന്ധനം, മണ്ണെണ്ണയോ പെട്രോളോ എന്തോ ഉണ്ടായിരുന്നു. പെട്രോളാവില്ല, മണ്ണെണ്ണ ആവണം. തലയിൽ ഒഴിച്ച് തീ കൊളുത്തി, തീ കത്തിയില്ല. ഇയാൾ എന്ത് ചെയ്തു? അടുത്ത് കിണറിൻ്റെ ഒരറ്റം ചുരുക്കി അതിൻ്റെ തണ്ടുപാളത്തിൽ കെട്ടി, മറ്റേ അറ്റം ബക്കറ്റ് അഴിച്ച് കുരുക്ക് ഉണ്ടാക്കി കിണറ്റിലേക്ക് ചാടി. ആലോചിച്ച് നോക്കണം. മനുഷ്യന് മരണത്തെ പുലുകാനുള്ള എന്താണെന്നാ പറയുക,
പ്രതിബദ്ധത അല്ലെങ്കിൽ ആവേശം. ഈ ആവേശത്തിൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം ഈശ്വരീയതയിലേക്ക് തിരിയുകയാണെങ്കിൽ ആ വ്യക്തി നന്നാവും. ആ വ്യക്തി നന്നായാൽ ആ വ്യക്തിക്ക് പുനരഭിജനനമില്ല. ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം പറഞ്ഞത്. ഇതിനെ ഒന്ന് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ശ്ലോകം, ഒരു പ്രമാണം ഇവിടെ പറയാണ്. എന്താ അത്? അജാം ഏകാം ലോഹിത ശുക്ലകൃഷ്ണാം ബഹ്വീം പ്രജാം സൃജമാനാം സ്വരൂപാം അജോ ഹേഗോ ജൂഷമാണോ അനുഷേദേ ജഹാത്യേനാം ഭുക്തഭോഗാം അജോ അന്യ ശ്വേതാശ്വതരം എന്നുള്ള ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകം ഇപ്പോൾ ഇവിടെ എന്തിനാണ് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, മേലുദ്ധരിച്ചിരിക്കുന്ന ശ്വേതാശ്വതരോപനിഷത് മന്ത്രത്തിൻ്റെ അർത്ഥം സ്വസ്വരൂപത്തിൽ ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് എന്ന നിറങ്ങളുള്ള അനേകം കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാടിനെ, വളരെ ശ്രദ്ധിക്കണം, ഭോഗാസക്തിയോടെ ഒരു മുട്ടനാട് അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നു. മറ്റൊരു മുട്ടനാട് ഭോഗാനുഭവങ്ങൾക്ക് ശേഷം അതിനെ ഉപേക്ഷിച്ചുമിരിക്കുന്നു. യയാതി ചരിതത്തിലെ അജോപാഖ്യാനം സ്മരണീയം. അജം എന്ന് പറഞ്ഞാൽ അജമുഖൻ ആടെന്നാണ് അജം. അപ്പോൾ അജോപാഖ്യാനം സ്മരണീയം. ആധ്യാത്മപക്ഷത്തിൽ ഇതിനെങ്ങനെയാണ് ആധ്യാത്മിക തലത്തിൽ മനസ്സിലാക്കുക? സ്വസ്വരൂപത്തിലുള്ള രജസത്വതമോ ഗുണങ്ങൾ അല്ലെങ്കിൽ അഗ്ന്യം ഭൂമി എന്ന പ്രകൃതി ഭാവങ്ങൾ അനുസരിച്ച് അനേകം പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ അനുഭവിച്ചുകൊണ്ട് ഒരു ജന്മരഹിതൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്ത ഒരാൾ, മോഹബന്ധനായ ജീവൻ ലൗകിക സുഖങ്ങളെ ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്നു. മറ്റൊരു ജന്മരഹിതൻ ജീവൻ മുക്തൻ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഭോഗങ്ങളെല്ലാം അനുഭവിച്ച ശേഷം അവയുടെ നിസ്സാരതയെ ഉൾക്കൊണ്ട് പ്രകൃതിയെ ഉപേക്ഷിച്ചിരിക്കുന്നു. എപ്പോഴൊരിക്കൽ പ്രകൃതി ഗുണങ്ങളെ അതിൽ വിശേഷിച്ച രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും നിരാകരിക്കാതെ കണ്ട് ഈശ്വരീയമായ പുരോഗതി ഉണ്ടാവില്ല, ആധ്യാത്മിക പുരോഗതി ഉണ്ടാവില്ല. ഉപേക്ഷിച്ചിരിക്കുന്നു, ബദ്ധമുക്തനായി സ്വതന്ത്രനായിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ബന്ധങ്ങളിൽ നിന്ന് മോക്ഷം പ്രാപിക്കുക, ആശാപാശ വിമോഹിത, ആശകളും പാശങ്ങളിലും കുടുങ്ങാതെ കണ്ടിരിക്കുക. ഇനി അതിനെ തന്നെ വേറൊരു വിധത്തിൽ പറയാണ്, എന്നും ഉള്ളതായിരിക്കുന്നതിനാൽ പ്രകൃതിയെ അജയെന്നും, അജൻ എന്ന് പറഞ്ഞാൽ ആടെന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ പ്രകൃതിയെ അജയെന്നും, അജന്നല്ല അജ, പുരുഷനെ അജനെന്നും. അപ്പോൾ ഇവിടെ പുരുഷനെ അജനെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസ്കൃതത്തിൽ ഒരേ വാക്കിന് സന്ദർഭോചിതങ്ങളായിട്ട് മറ്റനേകം അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞു പുരുഷനെ, അതായത് ജീവനെ അജനെന്നും, അതായത് ജനിക്കാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ. അജമാംസരസായനം, അജം എന്ന് പറഞ്ഞാലാണ് ആട് കേട്ടോ. അപ്പോൾ ഇവിടെ അജനെന്നും പറയുന്നു. തുടുപ്പ്, വെളുപ്പ്, കറുപ്പ്, രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. അപ്പോൾ വെളുപ്പാണ് സത്വഗുണം, തുടുപ്പാണ് രജോ ഗുണം, കറുപ്പാണ് തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങളുടെ സമാവസ്ഥയെ പ്രകൃതി എന്ന് പറയുന്നു. ഈ ഗുണങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് കലരുമ്പോൾ സമാവസ്ഥയെ ഉപേക്ഷിക്കുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്നു. അതായത് പ്രതികരണശേഷി കൂടും. തന്നിമിത്തം ബഹുരൂപകങ്ങളായ പ്രജകൾ ജനിക്കുന്നു, പല സ്വഭാവത്തിലെ പ്രജകൾ ജനിക്കുന്നു. അപ്പോൾ പുരുഷൻ പ്രജകളെ സൃഷ്ടിക്കുന്ന പ്രകൃതി നിമിത്തം മോഹിതനായി ഭവിക്കുന്നു. അപ്പോൾ ഈ സൃഷ്ടിയിൽ മോഹം ജനിക്കുക കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ മോഹം ശങ്കരാചാര്യ പ്രകൃതികൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സന്യാസി വൈര്യനായത്. അതുതന്നെയാണ് നാരായണ ഗുരുദേവനും
അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പറയുക, രമണ മഹർഷി അതേപോലെ ഉള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അജനായിരിക്കുന്ന പുരുഷൻ മോഹിച്ചതായ ഈ നിലയിൽ ജീവനെന്നുള്ള സംജ്ഞയാൽ പറയപ്പെടുന്നു. അപ്പോൾ പുരുഷൻ തരം താഴുന്നതാണ് ഏത്? മനുഷ്യൻ, അതായത് പിന്നെ ജീവനായിട്ട് പറയണത്. വസ്തു ഒന്ന് തന്നെയാണ്. ആ പുരുഷന് ഈശ്വരീയമായ താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെ ജീവനെന്ന് പറയും, പാപിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ജീവനെ ഉദ്ധരിക്കലാണ് ആധ്യാത്മികയുടെ ഉദ്ദേശം, അല്ലാണ്ട് ലോട്ടറി എടുത്താൽ കിട്ടുമെന്ന് പറയാനല്ല. ഏറ്റവും വലിയ ലോട്ടറി എന്താ? സാധാരണ മനുഷ്യനായി പിറന്ന് ഈശ്വരീയതയെ പ്രാപിച്ച് ജനന മരണങ്ങളെ ഇല്ലായ്മ ചെയ്ത് കാലസ്വരൂപനിൽ ലയിക്കുക. അതിനാണ് ഈ മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഇതാണ് പ്രകൃത്യാധീനൻ, പ്രകൃതിയിൽ അധീനനാവരുത്. പ്രകൃത്യാധീനൻ എന്ന് പറഞ്ഞതിൻ്റെ സ്വരൂപം, സൃഷ്ടിയിൽ സമർത്ഥയായ പ്രകൃതിയെ കണ്ട് മോഹിക്കാതെ സ്വരൂപത്തെ മറക്കാതെ പ്രകൃതിയെ തൻ്റെ ദാസിയെപ്പോലെ വച്ചിരിക്കുന്നതിന് സാമർഥ്യമാണെന്ന. മായയെ ദാസിയാക്കി വയ്ക്കുക, മായയെ ദാസിയാക്കി വെക്കുന്ന പ്രകൃതത്തിനാണ് ഇവിടെ ഊന്നൽ കൊടുത്തത്. സമർത്ഥനായ പുരുഷൻ ഈശ്വരനെന്നുള്ള സംജ്ഞയാൽ പറയപ്പെടുന്നു. സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ്, പേരുകൾ മാറും, അവസ്ഥാന്തരങ്ങൾ. ഒരാൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് തോർത്തുമുണ്ടും സോപ്പും പെട്ടിയായിട്ട് കുളക്കരയിലേക്ക് അല്ലെങ്കിൽ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ഊണ് കഴിക്കാൻ പോവുകയാണോ എന്ന് ആരും ചോദിക്കില്ല. കുളിക്കാൻ പോവുകയാണല്ലേ എന്ന് ചോദിക്കാം. അതേമാതിരി ഗുരുവായൂരിൽ അന്നദാനത്തിന് ക്യൂ നിൽക്കണ ഒരാളവിടെ എന്താ കുളിക്കാൻ പോവുകയാണോ ചോദിക്കുമോ? അടികൊള്ളു. അപ്പോൾ ഓരോരുത്തരുടെയും അവസ്ഥാന്തരങ്ങൾ ഏത് അവസ്ഥയിലിരിക്കണം, അതിനാണ് ബഹുമാനം. ഇത് ഞാൻ ആദ്യം കൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ജോക്ക് എപ്പോഴും പറയാറുണ്ട്. എന്താ ജോക്ക്? ഈ പിന്നെ നമ്മുടെ ചെമ്പൂര് സുബ്രഹ്മണ്യ സമാജത്തിൽ വലിയ വലിയ പൂജകളൊക്കെ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ തലയിലൊരു കെട്ടൊക്കെ കെട്ടി പിന്നെ ഭഗവാന് ഇട്ട ഒരു മാലയൊക്കെ എടുത്ത് നമുക്ക് തന്ന് താമ്പാളത്തിൽ പ്രസാദമൊക്കെ തരും. അപ്പോൾ ഞാൻ അവിടെ ആചാര്യനായിട്ട് പോയപ്പോൾ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളേന് ഇതേമാതിരി നിർത്തി തല കെട്ടി, തലയിൽ തലപ്പാവൊക്കെ കെട്ടി, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ താഴത്ത് നിന്നോളാം, കാരണം ഈ 7 ദിവസമല്ലേ ഈ ഒരു പദവിയുള്ളൂ, പിന്നെ ഞാൻ സാധാരണക്കാരനല്ലേ, അതുകൊണ്ട് എനിക്ക് ഈ എക്സ്ട്രാ ഓർഡിനറി ബഹുമാനം വേണ്ട. അതിന് കാരണം എന്താ? പദവികൾ നശിക്കും, പദവിയിലുള്ള ആൾക്കാർ നശിക്കും, പദവി അതേപോലെ നടന്നുകൊണ്ടിരിക്കും. ഒരാൾ പോയാൽ ഒരാൾ വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ എന്തുണ്ട്? ഇച്ഛാഭംഗങ്ങൾ വരില്ല. അതാണ് ഇച്ഛാഭംഗങ്ങൾ. മോഹങ്ങളെ കാലിൻ്റെ അടിയിൽ നിർത്തുക. അപസ്മാരകത്തിൻ്റെ മുകളിലാണ് ശിവഭഗവാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നടരാജൻ, അങ്ങനെയൊക്കെ അറിയണം. അപ്പോൾ സമർത്ഥനായ പുരുഷൻ ഈശ്വരൻ എന്നുള്ള സംജ്ഞയെ പറയപ്പെടുന്നു. മോഹിച്ചിരിക്കുന്ന സ്വാംശത്തെ, സ്വന്തം അംശം തന്നെയാണ് ജീവനെ, ആ മോഹത്തിൽ നിന്ന് വിടർത്തുവാൻ ശക്തനായിരിക്കുന്നത് കൊണ്ട് ഈശ്വരൻ എന്ന് പേരുണ്ടായി. ജീവൻ അധപ്പതിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, പാപി എന്ന് പറയും. ജീവൻ ഉയരുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈശ്വരൻ എന്ന പേരുണ്ടായി. അപ്പോൾ ഈ ഈശ്വരൻ എന്നുള്ള പേരെങ്ങനെ ഉണ്ടാവണം? ഭഗവാൻ എന്നുള്ള പേരെങ്ങനെ ഉണ്ടാവണം? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവശനായ ജീവൻ സ്വതന്ത്രനായ ഈശ്വരനെ ആശ്രയിക്കേണ്ടതാണെന്നും ഇതിൽ നിന്നും ധരിക്കാം.
അവശനായ ജീവൻ സ്വതന്ത്രനായ ഈശ്വരനെ ആശ്രയിക്കേണ്ടതാണെന്ന് ഇതൊന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാണ്ട എന്തു ഭാഗവതം ആലോചിച്ച് നോക്കൂ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.